എഴുത്തുകാരൻ്റെ ഭാവനയാണ് സിനിമ. യഥാർത്ഥത്തിൽ ഇല്ലാത്ത സയൻസ് ഫിക്ഷൻ, ഫാന്റസി പോലെ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ കാണാം. അങ്ങനെ എഴുതിയ ഒരു കാര്യം വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥത്തിൽ സംഭവിച്ചാലോ? ഭാവിയിൽ വരാനിരിക്കുന്ന ടെക്നോളജിയെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ ആയിരിക്കാം കഥയിൽ പറയുന്നത്. പിന്നീട് ആ ടെക്നോളജി യാഥാർത്ഥ്യമാവുകയും ചില സംഭവങ്ങൾ പിന്നീട് സംഭവിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഭാവി പ്രവചിച്ച സിനിമകളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. 1971 KP കൊട്ടാരക്കര കഥ, തിരക്കഥ, നിർമ്മാണം നിർവഹിച്ച് ജെ ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് ലങ്കാദഹനം. പ്രേം നസീർ, KP ഉമ്മർ, രാഗിണി, ജോസ് പ്രകാശ്, ശങ്കരാടി തുടങ്ങിയവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാഷായി വേഷം മാറി വരുന്ന ഒരു CID ഓഫീസർ റോളാണ് പ്രേം നസീർ സിനിമയിൽ ചെയ്തത്. ചിത്രത്തിൽ അടൂർ ബാസിയുടെ ഡബിൾ റോളുമുണ്ട്. ബൃഹത്തായ ഒരു കൊള്ളസംഘത്തെ പിടികൂടാനാണ് പ്രേം നസീർ വരുന്നത്. സിനിമയിൽ പോലീസിനും കൊള്ളസംഘത്തിനും വയർലെസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഈ ടെക്നോളജി അക്കാലത്തെ ടെക്നോളജി തന്നെയാണ്. എന്നാൽ സിനിമയിലെ മറ്റൊരു സീൻ കാണാം. DO74 മത്തായി കാളിംഗ്. അയാളുടെ അടുത്തേക്ക് പോകുന്നു. ഓവർ. ഓക്കെ, ഞാൻ ഇതാ വരുന്നു. അടൂർ ബാസിയുടെ കയ്യിലുള്ള സ്മാർട്ട് വാച്ചാണ് വിഷയം. വാച്ച് വഴിയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അക്കാലത്തുണ്ടായിരുന്നില്ല. അത് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു ടെക്നോളജിയെ പ്രവചിച്ചുകൊണ്ട് ചെയ്തതാണ്. 2000-ഓടടുത്താണ് സ്മാർട്ട് വാച്ചുകൾ നിലവിൽ വന്നത്. എന്നാൽ കോൾ ചെയ്യാൻ കഴിയുന്ന വാച്ചുകൾ ഈ അടുത്ത കാലത്താണ് പ്രചാരത്തിൽ വന്നത്. ഇവയെല്ലാം തന്നെ 1971 സിനിമയിലാണ് കാണിച്ചത്. മറു സൈഡിൽ പ്രേം നസീർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ പോലെയുള്ള ഒരു ഗാഡ്ജറ്റ് ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ അക്കാലത്തെ വാക്കി ടോക്കികൾ ഇത്രത്തോളം വലുതായിരുന്നു. ഭാവിയിൽ വരാനിരിക്കുന്ന മൊബൈൽ ഫോണിനെ തന്നെയാണ് ആ സിനിമയിലൂടെ പ്രവചിച്ചതും. 1996 ഹരിദാസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് ഇന്ദ്രപ്രസ്ഥം. പ്രസിദ്ധമായൊരു കഥാപാത്രമാണ് നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സതീഷ് മേനോൻ. ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടൊരു കഥാപാത്രം കൂടിയാണത്. ഇലാസ്റ്റിക് റിയാലിറ്റി എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരാളുടെ മുഖം മറ്റൊരാളുടേതാക്കി മോർഫ് ചെയ്ത് മാറ്റാൻ കഴിയും. അക്കാലത്ത് മലയാളികൾക്ക് അപരിചിതമായ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും എല്ലാമാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമയുടെ പ്രധാന കഥ പോൾ ബി ഐസക് നടത്തുന്ന കൊലപാതകം കിരണിന്റെ മേൽ കെട്ടിവെക്കുന്നതാണ്. പോൾ ബി ഐസക് കൊലപാതകം നടത്തുമ്പോൾ അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ആ വീഡിയോയിൽ മോർഫിങ്ങിലൂടെ കിരണിന്റെ തല മാറ്റിവെക്കുകയുമാണ് ചെയ്യുന്നത്. വീഡിയോയിലെ നിഴലിൽ നിന്നും ആരുടെ മുഖം മനസ്സിലാക്കാൻ വേണ്ടി മമ്മൂട്ടി ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ അഡോഫോമിൽ വർക്ക് ചെയ്യുന്നു. ഇറ്റ്സ് എൻ ഇമേജ് എൻഹാൻസിംഗ് സോഫ്റ്റ്വെയർ. ആ സിനിമയിൽ അതിനുവേണ്ടി കാണിച്ചത് ഫോട്ടോഷോപ്പും അതുപോലെ തന്നെ 2 ഇമേജുകൾ പരസ്പരം ഡിസോൾവ് ചെയ്യുകയും ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു ഇമേജിൽ നിന്നും തല വെട്ടി മറ്റൊരു ഇമേജിൽ വെക്കുക മാത്രമാണ് ചെയ്യേണ്ടതും. വീഡിയോയിൽ മറ്റൊരാളുടെ തല എങ്ങനെ വെച്ചെന്ന് സിനിമയിൽ കാണിക്കാത്തത് ഒരു മിസ്റ്റേക്കായി നാം മൂവി മിസ്റ്റേക്ക് എപ്പിസോഡിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഇവയെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആയ സോഫ്റ്റ്വെയറുകളാണ്. ഇന്നിപ്പോൾ ഒരാളുടെ വീഡിയോ മറ്റൊരാളുടേതാക്കി മാറ്റാൻ ഏറെ ഈസിയാണ്. അതിനായി ഡീപ് ഫേക്ക് ലാബ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇപ്പോൾ അതിനു വേണ്ടിയുള്ള മൊബൈൽ ഫോൺ ആപ്പുകൾ പോലും ലഭ്യമാണ്. അവ്യക്തമായ ചിത്രങ്ങളെ വ്യക്തമാക്കാനും ഇന്ന് AIക്ക് സാധിക്കും. 1996 ഇന്ദ്രപ്രസ്ഥത്തിൽ കാണിച്ചിരിക്കുന്ന ടെക്നോളജി എല്ലാം തന്നെ ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷനായി കണക്കാക്കാവുന്നതാണ്. ഫാസിൽ ചിത്രം വിസ്മയത്തുമ്പത്തിലെ ഒരു സീനിനെ കുറിച്ച് നാം മൂവി മിസ്റ്റേക്ക് എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായി TVയിൽ കാണുന്ന മോഹൻലാലിനെ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. 2004 ആ സിനിമ ഇറങ്ങുന്നത്. ആ കാലത്തോ നാം വീഡിയോ ചെയ്ത കാലത്തോ കോടതി രംഗങ്ങൾ ഇന്ത്യയിൽ ലൈവായി TVയിൽ കാണിക്കാറില്ല. എന്നാൽ കൊറോണയ്ക്ക് ശേഷം ഇന്ത്യയിൽ ചില കോടതികൾ ലൈവ് സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നു. അവ TVയിലും കാണിക്കാറുണ്ട്. സുപ്രീം കോടതിയുടെ നടപടികളെല്ലാം തന്നെ ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ്. അതിപ്പോൾ ചില ചാനലുകൾ ലൈവ് ടെലികാസ്റ്റും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ 2004 വിസ്മയത്തുമ്പത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെ പ്രവചിച്ചതായി കണക്കാക്കാം. 8 नवंबर 2016 के करेंसी नोट लीगल टेंडर नहीं रहेंगे. 2016 നവംബർ 8 ഇന്ത്യയിൽ നോട്ട് നിരോധനം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ചില സിനിമകൾ അതിനു മുമ്പ് തന്നെ നോട്ട് നിരോധനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. 2007 ശങ്കർ രജനികാന്ത് ചിത്രം ശിവാജി ദ ബോസ് റിലീസാകുന്നത്. കള്ളപ്പണത്തിനെതിരെ പോരാടുന്ന നായകന്റെ കഥയാണ് ചിത്രം പറയുന്നതും. സിനിമയുടെ അവസാന ഭാഗത്ത് ഇങ്ങനെ ചില രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. സിനിമയിലെ കഥയ്ക്ക് ശേഷം ശിവാജി കള്ളപ്പണം ഇല്ലാതാക്കാൻ ചെയ്ത സ്റ്റെപ്പുകളാണ് കാണിക്കുന്നത്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ബാങ്ക് വഴി മാറ്റി നൽകാനും
അങ്ങനെ മാറ്റി നൽകാത്ത നോട്ടുകൾ നിരോധിക്കാനുമാണ് ഈ സിനിമയിലൂടെ ശങ്കർ പറയുന്നത്. യഥാർത്ഥത്തിൽ പിന്നീട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. 1000-ൽ കൂടുതലുള്ള എല്ലാ ട്രാൻസാക്ഷനും കാർഡ് വഴിയാക്കണമെന്നും സിനിമ പറയുന്നുണ്ട്. ഭാവിയിൽ ചിലപ്പോൾ അതും സംഭവിച്ചേക്കാം. വിജയ് ആന്റണി പ്രൊഡ്യൂസ് ചെയ്ത് നായകനായി അഭിനയിച്ച തമിഴ് സിനിമയാണ് പിച്ചൈക്കാരൻ. നോട്ട് നിരോധനത്തിന് 9 മാസങ്ങൾക്ക് മുമ്പ് 2016 മാർച്ചിലാണ് സിനിമ റിലീസാകുന്നത്. സിനിമയിലെ ഒരു കഥാപാത്രം വളരെ വ്യക്തമായി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു. കള്ളപ്പണമായി പൂഴ്ത്തിവെച്ചിരിക്കുന്ന ഈ നോട്ടുകൾ ബാങ്കിലേക്ക് കൊണ്ടുവരാൻ ഈ നോട്ട് നിരോധനം സഹായിക്കുമെന്നും ആ കഥാപാത്രം പറയുന്നുണ്ട്. 1000 ரூபாய் நோட்டா இருந்தா 100 கோடி ரூபாயை கூட பெரிய 2 சூட்கேஸ்ல வச்சு பதுக்கிடலாம். வழி இல்லாம ബാങ്കിல தான் போட்டாகணும். നോട്ട് നിരോധനത്തെക്കുറിച്ച് 2 സിനിമകളും പറഞ്ഞത് വളരെ രസകരമായ ഒരു പ്രവചനമാണ്. 2004 ഡിസംബർ 26-നാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം സുനാമി ഉണ്ടാകുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങളും ജീവഹാനിയും സുനാമി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ ഒരു സുനാമിയെക്കുറിച്ച് അതിനു മുമ്പത്തെ ഒരു സിനിമയിൽ പ്രവചിച്ചിരുന്നു. 2003 ജനുവരിയിലാണ് കമൽഹാസൻ എഴുതി നായകനായി അഭിനയിച്ച അൻപേ ശിവം എന്ന സിനിമ റിലീസാകുന്നത്. സിനിമയിൽ കമൽഹാസൻ അവതരിപ്പിച്ച നല്ല ശിവം എന്ന കഥാപാത്രം ആർ മാധവന്റെ അംബരീഷ് എന്ന കഥാപാത്രത്തോട് സംസാരിക്കുന്ന ചില രംഗങ്ങളുണ്ട്. பெரிய அலையெல்லாம் வரும் சார், சுனாமி எல்லாம் வரும் சார். இங்க சுனாமின்னா என்ன தெரியுமா சார்? എന്താണ് സുനാമി എന്ന വാക്കിനർത്ഥമെന്നും അതൊരിക്കൽ ഇവിടെ വരുമെന്നും ആ കഥാപാത്രം പറയുന്നുണ്ട്. ஆனா 50 அடிக்கு வரும் சார் தனுஷ்கோடியில. പിന്നീട് ഒരു വർഷത്തിന് ശേഷം യഥാർത്ഥത്തിൽ അതിവിടെ സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സുനാമി എന്ന വാക്ക് എന്താണെന്ന് പോലും പലരും മനസ്സിലാക്കുന്നത്. ആ വാക്കിനെ കുറിച്ചും ആ പ്രതിഭാസത്തെക്കുറിച്ചും കമൽഹാസൻ ഒരു വർഷം മുമ്പ് തന്നെ പ്രേക്ഷകരെ പഠിപ്പിച്ചിരുന്നു. 7ാം അറിവ് സിനിമയിൽ ചൈനയിൽ നിന്നെത്തുന്ന രോഗാണുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കൊറോണയുമായി ഏറെ സാമ്യമുള്ള ഒരു സിനിമയാണത്. ചൈനയിൽ നിന്നെത്തിയ രോഗാണു പലരിലേക്കും പടരുന്നതും പിന്നീട് അതിൽ നിന്ന് രക്ഷ തേടുന്നതുമെല്ലാമാണ് സിനിമ സംസാരിക്കുന്നത്. കൊറോണയുമായി ഏറെ സാമ്യമുണ്ട്. കൊറോണ കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ കോൺസ്പിറസി തിയറി ആയിരുന്നു മനഃപൂർവ്വമാണ് വൈറസ് എത്തിച്ചതെന്ന്. സിനിമയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതേ വർഷം ഇറങ്ങിയ ഹോളിവുഡ് സിനിമയായ കണ്ടെയ്ൻ യഥാർത്ഥത്തിൽ കൊറോണയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ പ്രവചിച്ചിരുന്നു. രോഗാണുവിന്റെ വ്യാപനവും ക്വാറന്റൈനും ചികിത്സയും എല്ലാം തന്നെ വളരെ വ്യക്തമായി ആ സിനിമയിൽ പറയുന്നുണ്ടായിരുന്നു. 1969-ലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത്. എന്നാൽ ആ കാര്യം 1906-ലെ ഒരു സിനിമയിൽ തന്നെ പറഞ്ഞിരുന്നു. എ ട്രിപ്പ് ടു ദ മൂൺ എന്ന സിനിമയിലായിരുന്നു ആ കാര്യം ഇതിവൃത്തമായി വന്നത്. 1977-ലെ സ്റ്റാർ വാർസ് എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്ന ഹോളോഗ്രാം ടെക്നോളജിയും ഒരു പ്രവചനമായിരുന്നു. 1927-ലെ മെട്രോപോളിസ് എന്ന സിനിമയിൽ റോബോട്ടുകളെ കുറിച്ച് കാണിക്കുന്നുണ്ട്. 2000 സ്പേസ് ഒഡീസി പോലെ വളരെ രസകരമായി ഒരുപാട് കാര്യങ്ങൾ ഭാവിയെക്കുറിച്ച് പ്രവചിച്ച സിനിമകളുണ്ട്. പ്രേം നസീർ അഭിനയിച്ച പല CID സിനിമകളും ജെയിംസ് ബോണ്ട് പോലെയുള്ള ഹോളിവുഡ് സിനിമകളുടെ ഇൻസ്പിറേഷനാണ്. അത്തരം സിനിമകളിൽ ഉപയോഗിച്ച പല ഗാഡ്ജറ്റും മലയാളത്തിലും ഉപയോഗിച്ചെന്ന് മാത്രം. 2017-ൽ ടൊവിനോ തോമസ്, ഐശ്വര്യ ലക്ഷ്മി എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ആഷിക് കപൂർ ചിത്രമാണ് മായാനദി. ആ സിനിമയിൽ ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദി ഈവനിങ്ങിനെ വെൽക്കം ചെയ്യാം ടു ദി സ്റ്റേജ് സുഷിൻ ചേട്ടൻ ആൻഡ് ദി ന്യൂസ്റ്റ് എഡിഷൻ ടു അവർ ഫാമിലി ഉത്തര. ആ വധൂവരന്മാരുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കല്യാണത്തെ സൂചിപ്പിക്കുന്ന ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു അത്. സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം വിവാഹിതനായി. ചലച്ചിത്ര പ്രവർത്തക ഉത്തര കൃഷ്ണയാണ് വധു. 7 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ഈ ഒരു വിവാഹത്തെയാണ് ആഷിക് കപൂർ മായാനദിയിൽ കാണിച്ചത്. ചിലപ്പോൾ അക്കാലത്ത് ഈ റിലേഷൻഷിപ്പ് അറിയാവുന്ന എഴുത്തുകാരായ ശ്യാം പുഷ്കറോ ദിലീഷ് പോത്തനോ സംവിധായകനായ ആഷിക് കപൂർ അത് സിനിമയിൽ കാണിച്ചതായിരിക്കാം. ഏതായാലും 7 വർഷങ്ങൾക്ക് ശേഷം ആ വിവാഹം നടക്കുക തന്നെ ചെയ്തു. 1992-ൽ പോൾസൺ സംവിധാനം ചെയ്ത് ജഗദീഷ്, മുകേഷ്, സായ് കുമാർ, ഇന്നസെന്റ് എന്നിവരെല്ലാം അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് മക്കൾ മഹാത്മ്യം. ആ സിനിമയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കഥാപാത്രത്തെയാണ് ജഗദീഷ് അവതരിപ്പിച്ചത്. ആ കഥാപാത്രം ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഡീസൽ ഒഴിച്ച് ഓട്ടോ ഓടിക്കാനുള്ള സംവിധാനം വരും, അപ്പൊ നമ്മളും പണക്കാരാ. 92-ൽ ഡീസൽ എഞ്ചിനുള്ള ഓട്ടോ കണ്ടുപിടിച്ചിട്ടില്ല എന്നൊന്നുമില്ല. എന്നാലും അത് സർവ്വസാധാരണമായിരുന്നില്ല. അന്ന് പെട്രോൾ വില 15 രൂപയും ഡീസൽ വില 6 രൂപയുമായിരുന്നു. ആ ഒരു വ്യത്യാസത്തിലുണ്ടാകുന്ന ലാഭത്തെക്കുറിച്ചാണ് ജഗദീഷ് സംസാരിക്കുന്നതും. ആ വ്യത്യാസമെല്ലാം മാറി വില ഒരുപോലെ ആവുകയും ആരും പണക്കാരാവുകയും ചെയ്തില്ല. എന്നാലും പിന്നീട് ഡീസൽ എഞ്ചിനുകളെല്ലാം തന്നെ വ്യാപകമായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ പലരും കമന്റ് ചെയ്തൊരു കാര്യമാണ് മലയാള സിനിമയിൽ കാണിച്ച പല ടെക്നോളജിയും പണ്ട് ഹോളിവുഡ് സിനിമയിൽ കാണിച്ചതിന്റെ കോപ്പിയടി മാത്രമാണെന്ന്.
അല്ലെങ്കിൽ ആ ടെക്നോളജി അവരുടെ നാട്ടിലുള്ളതാണെന്നും ഇവിടെ കാണാത്തത് കൊണ്ടാണ് അത് പ്രഡിക്ഷൻ പോലെ തോന്നുന്നതെന്നും. അങ്ങനെ ഒരു പ്രഡിക്ഷനാണ് 1980 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് മധു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ രജനീഗന്ധി എന്ന സിനിമയിലുള്ളത്. ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിച്ചിരുന്നെങ്കിൽ, ടെലിഫോണിൽ ടെലിവിഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് ടെലിവിഷന്റെ ആവശ്യമില്ല, ഞാൻ സീനെ കാണുന്നുണ്ട് എന്റെ എക്സ്റേ കണ്ണുകളിലൂടെ. ടെലിഫോണിന്റെ കൂടെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ടെക്നോളജി ആ സിനിമ ഇറങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയ ഒന്നാണ്. 1964 പിക്ചർ ഫോൺ എന്ന ഉപകരണം കണ്ടെത്തുന്നത്. അനലോഗ് സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ കോളിംഗ് ആയിരുന്നു പിക്ചർ ഫോണിന്റെ പ്രത്യേകത. എന്നാൽ ഇതൊക്കെ കണ്ടെത്തും മുമ്പ് ഹോളിവുഡ് സിനിമകളിൽ ഇത്തരത്തിലുള്ള ടെക്നോളജി പ്രഡിക്റ്റ് ചെയ്തിരുന്നു. 98 വർഷങ്ങൾക്ക് മുമ്പ് 1927 മെട്രോപോളിസ് എന്ന സിനിമയിലായിരുന്നു ആ ടെക്നോളജി കാണിച്ചത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഫ്യൂച്ചർ പ്രഡിക്ഷൻ. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് വഴി വീഡിയോ കോളിംഗ് 90s അവസാനമാണ് കണ്ടെത്തുന്നത്. 2005 ശേഷമാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ കോളിംഗ് തുടങ്ങുന്നത്. 1968 സ്പേസ് ഒഡീസി എന്ന സിനിമയിൽ അത്തരത്തിലുള്ള ടെക്നോളജി എല്ലാം തന്നെ കാണിക്കുന്നുമുണ്ട്. കൂടാതെ ഐപാഡ് പോലെയുള്ള ഉപകരണവും ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് 50ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹോളിവുഡ് സിനിമ അതെല്ലാം പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. 67 ഭാമ വിജയം എന്ന തമിഴ് സിനിമയുടെ മലയാളം റീമേക്കായി 1998 രാജസേനൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം. ആ സിനിമയിൽ ബിന്ദു പണിക്കർ അവതരിപ്പിച്ച കഥാപാത്രം ഇങ്ങനൊരു ഡയലോഗ് പറയുന്നുണ്ട്. അതല്ല, ഇത് 29 ഇഞ്ചസ്, ഞങ്ങളുടെ ടി വി 50 ഇഞ്ചാ. വെറുതെ പറയുന്ന കാര്യമാണെങ്കിലും പിന്നീട് അത് സംഭവിക്കുക തന്നെ ചെയ്തു. അക്കാലത്ത് അങ്ങനെയുള്ള ടി വി കണ്ടെത്തിയിട്ടില്ല എന്നൊന്നുമല്ല. എന്നാലും 2000 ശേഷമാണ് അത്തരത്തിലുള്ള ടി വി ഏറെ പ്രചാരത്തിൽ വന്നത്. 1985 ജഗദീഷ് കഥയും ശ്രീനിവാസൻ തിരക്കഥയും എഴുതി ഗിരീഷ് സംവിധാനം ചെയ്ത ചിത്രമാണ് അക്കരെ നിന്നൊരു മാരൻ. ആ സിനിമയിൽ മാള അരവിന്ദൻ ചെയ്ത കഥാപാത്രം ഇങ്ങനൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഇത് പുതുക്കാട് എംഎൽഎയുടെ കത്താ. പുതുക്കാട് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചും അവിടുത്തെ MLA കുറിച്ചുമാണ് സംസാരിക്കുന്നത്. പുതുക്കാട് എംഎൽഎ 1985 സിനിമയിലാണ് അത്തരത്തിലുള്ളൊരു ഡയലോഗ്. ഇതിലെ കൗതുകകരമായ കാര്യം എന്തെന്നാൽ 2011 പുതുക്കാട് നിയമസഭാ മണ്ഡലം നിലവിൽ വരുന്നത്. സിനിമയിൽ കഥാപാത്രം വെറുതെ പറയുന്ന ഒരു കാര്യമാണെങ്കിലും പിന്നീട് അത് സംഭവിക്കുക തന്നെ ചെയ്തു. 2002 ലാൽ ജോസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് മീശ മാധവൻ. ആ സിനിമയിൽ ദിലീപിന്റെ ഇൻട്രോയിൽ ഇത്തരത്തിലുള്ള രംഗം കാണിക്കുന്നുണ്ട്. ഒരു തമാശ രൂപേണയാണെങ്കിലും അമേരിക്ക ഒസാമ ബിൻ ലാദനെ കൊല്ലുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. 2002 ബുഷിന്റെ കാലത്ത് അത് സംഭവിച്ചില്ല എങ്കിലും 2011 ഒബാമയുടെ കാലത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്തു. 2010 രാമസിംഹൻജി സംവിധാനം ചെയ്ത സീനിയർ മാൻറേക്ക് എന്ന സിനിമയുടെ അവസാനത്തിലും അത്തരത്തിലുള്ള ഒരു രംഗം കാണിക്കുന്നുണ്ട്. ഒറിജിനലാണെന്ന് പറയില്ല, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. കോമഡിക്ക് വേണ്ടിയാണ് ഇതെല്ലാം കാണിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്ക പിന്നീട് ഒസാമ ബിൻ ലാദനെ കൊല്ലുക തന്നെ ചെയ്തു. 2014 ദുൽഖർ സൽമാൻ, നസ്രി എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന സിനിമ കൊറോണയുമായി ഏറെ സാമ്യമുണ്ടെന്ന് പലരും കമന്റ് ചെയ്തിരുന്നു. മാസ്ക്, വാക്സിനേഷൻ, ക്വാറന്റൈൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊറോണ വരും മുമ്പ് ഈ സിനിമയിൽ കാണിച്ചിരുന്നു. ഏതൊരു വൈറസ് വന്നാലും ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ സിനിമയിലും കാണിക്കുന്നത്. കൊറോണ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതെന്ന് മാത്രം. എന്തിനൻ സിനിമയെക്കുറിച്ചും പലരും കമന്റ് ചെയ്തിരുന്നു. ഐ റോബോട്ട് പോലെ AI കുറിച്ചും റോബോട്ടുകളെ കുറിച്ചും ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം ആ ടെക്നോളജി വന്നതിന് ശേഷമാണ് വന്നത്. 1984 ടെർമിനേറ്ററിലും റോബോട്ടുകളെ കുറിച്ചും AI കുറിച്ചുമാണ് സംസാരിക്കുന്നത്. 68 സ്പേസ് ഒഡീസി എന്ന സിനിമയുടെ പ്രധാന വില്ലൻ AI ആണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മെട്രോപോളിസ് എന്ന സിനിമയിലും റോബോട്ടിനെ കാണിക്കുന്നുണ്ട്. എന്തിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ കൺസെപ്റ്റ് എല്ലാം സിനിമകളിൽ വന്നിട്ടുണ്ട്. നാം കണ്ട വസ്തുക്കളെക്കുറിച്ചും നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം മൊബൈൽ ഫോണിൽ പരസ്യം വരാറില്ലേ? അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ കാണിക്കുന്ന ഒരു ടെക്നോളജി 2002 പുറത്തിറങ്ങിയ ഒരു സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. സ്റ്റീവൻ സ്പീൽബർഗ് സംവിധാനം ചെയ്ത ടോം ക്രൂസ് ചിത്രമായ മൈനോറിറ്റി റിപ്പോർട്ട്. കഥാപാത്രത്തിന്റെ റെറ്റിന സ്കാൻ ചെയ്തുകൊണ്ട് ആളെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ കാണിക്കുന്നതായി കാണാം. ഇപ്പോൾ ഈ സംഭവം സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമായി മാറി. ഭാവി പ്രവചിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പേര് കേട്ട ഒരു ഷോയാണ് സിംപ്സൺസ്. ആ ഒരു ആനിമേറ്റഡ് TV സീരീസിൽ ഒരുപാട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അവയിൽ പലതും പിന്നീട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1989 ഒരു എപ്പിസോഡിൽ കാണിച്ച ഈ ഒരു രംഗം. You know, we've inherited quite a budget crunch from President Trump.
How bad is it, Secretary Van 2000 കാലഘട്ടത്തിലെ കഥയാണ് എപ്പിസോഡിൽ പറയുന്നത്. ബത്തെ പ്രസിഡന്റായ ട്രംപ് നാട് കുട്ടിച്ചോറാക്കി എന്നാണ് പറയുന്നത്. അതായത് 1989 ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമെന്നാണ് അതിൽ പ്രവചിച്ചത്. അത് പിന്നീട് ശരിയാവുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 2023 നടന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് സിംപ്സൺ എപ്പിസോഡിൽ പറയുന്നുണ്ട്. ആഴക്കടലിൽ ടൈറ്റാൻ എന്നൊരു പേടകം അകത്തേക്ക് ഇംപ്ലോഷൻ ചെയ്തുകൊണ്ട് തകർന്ന സംഭവത്തെയാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. ഈ അടുത്താണ് ഫോക്സ് സ്റ്റാർ സ്റ്റുഡിയോസ് ഡിസ്നി വാങ്ങുന്നത്. എന്നാൽ 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫോക്സ് സ്റ്റാർ ഡിസ്നിയുടേതാണെന്ന് ആ എപ്പിസോഡിൽ പറയുന്നുണ്ട്. ലിൻഡ, ലിസാൻ, യൂസ്ഫുൾ മീഡിയ തുടങ്ങിയവർ ചെയ്ത കമന്റുകൾ ഈ വീഡിയോ ചെയ്യാൻ സഹായകരമായിട്ടുണ്ട്. സിനിമകളിൽ ഈ കാലഘട്ടത്തിൽ നടന്ന പല യഥാർത്ഥ കാര്യങ്ങളും കാണിക്കാറുണ്ട്. ഇപ്പോഴിറങ്ങുന്ന സിനിമയിൽ പഴയ കാലഘട്ടത്തിലെ കഥയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ പഴയ ഒരു കഥയിൽ ഇപ്പോൾ നടന്ന കാര്യത്തെ എങ്ങനെ സൂചിപ്പിക്കും? അവിടെയാണ് കഥാപാത്രങ്ങൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയും പോലെ ഇന്ന് യഥാർത്ഥത്തിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുക. അങ്ങനെ യഥാർത്ഥത്തിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള റെഫറൻസുകൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻ പോലെ കാണിച്ച ചില സിനിമാ രംഗങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. സാജൻ കെ മാത്യു സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ, സനുഷ, പ്രയാഗ മാർട്ടിൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഒരു മുറൈ വന്ന് പാർത്തായ. സിനിമയിൽ 2002 കാലഘട്ടത്തിലെ കഥയാണ് പറയുന്നത്. ഒരു രംഗത്ത് ബിജുക്കുട്ടന്റെ കഥാപാത്രം ഇങ്ങനെ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. നമുക്കൊരു 10-15 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് മൊബൈലിൽ വാട്സപ്പ് ചെയ്യാൻ പറ്റും. 2009 കണ്ടെത്തിയ വാട്സപ്പ് ആപ്ലിക്കേഷൻ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായത് ബിജുക്കുട്ടൻ പറഞ്ഞ കാലഘട്ടത്തിലാണ്. ആ ഒരു സംഭവത്തെക്കുറിച്ച് 2002 ഫ്യൂച്ചർ പ്രഡിക്ഷൻ പോലെയാണ് ബിജുക്കുട്ടന്റെ കഥാപാത്രം പറയുന്നത്. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ആസിഫ് അലി, ഇന്ദ്രജിത്ത് എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് കോഹിനൂർ. 1980കളിലെ കഥയാണ് ചിത്രം പറയുന്നത്. ആ ഒരു സിനിമയിൽ വിനയ് ഫോർട്ടും ചെമ്പൻ വിനോദും ഒരു സിനിമ കാണുന്ന രംഗമുണ്ട്. ആമിർ ഖാന്റെ ആദ്യ കാലഘട്ടത്തിലെ സിനിമകളിൽ ഒന്നായ ഖയാമത്ത് സേ ഖയാമത്ത് തക് എന്ന സിനിമയാണ് അവർ കാണുന്നത്. ആളുകളുടെ മുഖലക്ഷണങ്ങൾ നോക്കി ഭാവിയും സ്വഭാവം പറയുന്ന ഒരു കഥാപാത്രമാണ് ചെമ്പൻ വിനോദിന്റേത്. ആമിർ ഖാനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ആ രംഗത്തെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ തെറ്റായിരുന്നു എന്ന് മാത്രം. ഇതുപോലെ ശ്രീ മോഹൻലാലിനെ കുറിച്ച് പ്രവചിച്ച ഒരു സിനിമയുണ്ട്. 2016 സജിത് ജഗന്നാഥൻ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ഒരേ മുഖം എന്ന സിനിമ. 80കളിലെ കഥയാണ് സിനിമയിൽ പറയുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടതിനു ശേഷം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭാ നരേന്ദ്രൻ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ പയ്യൻ രക്ഷപ്പെടുന്നു. ഒരു ആക്ഷൻ പടം കിട്ടിയാലേ സൂപ്പർ സ്റ്റാറാ. മോഹൻലാൽ ആക്ഷൻ പടങ്ങൾ ചെയ്യുമെന്നും സൂപ്പർ സ്റ്റാറായി മാറുമെന്നുമെല്ലാമാണ് കഥാപാത്രങ്ങൾ പറയുന്നത്. ആ ഒരു പ്രഡിക്ഷൻ എന്തായെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. രാജാവിന്റെ മകൻ സിനിമയും അതിനുശേഷം നൽകപ്പെട്ട സ്റ്റാർഡവും എല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി. കലാഭവൻ മണിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി വിനയൻ സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ ചിത്രമാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി. സിനിമയിലെ പല കാര്യങ്ങളും വിനയന്റെ ഭാവനയിൽ നിന്നും മാത്രമായിരുന്നു. 2010 തിലകനെ അമ്മയിൽ നിന്നും വിലക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ കഥ പറയുമ്പോൾ ശ്രീ തിലകൻ മലയാളത്തിലെ പല പ്രമുഖ നടന്മാരുമായി സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. സിനിമയിൽ ഒരാളുടെയും യഥാർത്ഥ പേര് ഉപയോഗിച്ചിട്ടില്ല. ഹരിസാർ എന്നാണ് വിനയൻ സ്വന്തം പേര് പോലും നൽകിയത്. ദിനേശ് എന്ന കഥാപാത്രവുമായി തിലോത്തമൻ സംസാരിക്കുന്ന ചില രംഗങ്ങളുണ്ട്. തിലോത്തമൻ ചേട്ടൻ ഇമോഷണലാവാതെ ഇങ്ങോട്ടിരുന്നാട്ടെ. എന്താ ഇത്? നീയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിഷമെന്ന് എനിക്കറിയാം. ഇതിന്റെയൊക്കെ മുഖ്യ സൂത്രധാരനും നീയാ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാലം നിനക്ക് കയ്യാമം വെക്കും. തിലോത്തമൻ തിലകനും ദിനേശ് ദിലീപുമാണെന്ന് വ്യക്തമാണ്. ദിലീപിനെ ഒരിക്കൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് ആ കഥാപാത്രം പ്രവചിക്കുന്നത്. 2017 നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലാകുന്നത്. നടന്ന കാര്യത്തെ പ്രവചനം പോലെ കാണിച്ച രംഗങ്ങൾക്ക് നല്ലൊരു ഉദാഹരണമാണത്. മിഥുൻ മാനുവൽ തോമസ് ജയസൂര്യ ചിത്രം ആട് 2 റിലീസാകുന്നത് 2017. കഥ നടക്കുന്നത് 2016 നോട്ട് നിരോധനത്തിനും മുമ്പാണ്. ആ സിനിമയിലും ബിച്ചുക്കുട്ടന്റെ ഒരു ഭാവി പ്രവചനമുണ്ട്. എന്ത് നല്ല മനുഷ്യനല്ലേ. എന്നാ നീ പോയി അവന്റെ അപ്പ സാഹിബിന്റെ കല്ലറ കൊണ്ട് മെഴുകിരി കത്തി. അയ്യോ 1000 2000 എന്നെ GST പിടിക്കോ? 2017 ജൂലൈ മാസത്തിലാണ് ഇന്ത്യയിൽ GST നിലവിൽ വരുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ബിച്ചുക്കുട്ടൻ പറയുന്നത്. ആ ഒരു രംഗത്തെ കാലഘട്ടം തെറ്റായി പറഞ്ഞ ഒരു അബദ്ധമായും കണക്കാക്കാവുന്നതാണ്.
മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിന്റെ ജീവചരിത്രം പറഞ്ഞ് 2013 കമൽ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമാണ് സെല്ലുലോയിഡ്. സിനിമയിൽ വരാനിരിക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് JC ഡാനിയൽ പറയുന്നുണ്ട്. അമേരിക്കയിലൊക്കെ സംസാരിക്കണ സിനിമ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ശബ്ദമുള്ള സിനിമകൾ നമ്മുടെ നാട്ടിലും വരുമെന്നാണ് പറയുന്നത്. 1931 ആലന്മാരെയും 38 മലയാള ചലച്ചിത്രം ബാലനുമെല്ലാം പിന്നീട് ശബ്ദമുള്ള സിനിമകളായി നമ്മുടെ നാട്ടിൽ വന്നു. ആ സംഭവങ്ങളെയാണ് ഫ്യൂച്ചർ പ്രഡിക്ഷൻ പോലെ ആ സിനിമയിൽ റെഫർ ചെയ്തത്. 2016 റിലീസ് ചെയ്ത കുഞ്ചാക്കോ ബോബൻ ചിത്രമാണ് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ചിത്രത്തിലുടനീളം ഒരുപാട് സിനിമകളുടെ റെഫറൻസുകളുണ്ട്. 80കളിലെ കഥയാണ് ചിത്രം പറയുന്നത്. അതിൽ ദുൽഖർ സൽമാന്റെ റെഫറൻസ് ആയി ഒരു രംഗമുണ്ട്. നമ്മുടെ മമ്മൂക്കേ ആൺകുട്ടി പറഞ്ഞെന്ന് പേര് കിട്ടു ദുൽഖർ സൽമാൻ കൊള്ളല്ലേ? പിന്നെ 86 പത്രം എടുത്തവൻ ഉണ്ടാക്കുക. ദുൽഖുമോനെ ഇപ്പൊ വയസ്സ് 4 ആയി. എന്തായാലും വളർന്നു വലുതാകുമ്പോഴേ മുറ്റ് ഗ്ലാമർ ആയിരിക്കും. ദുൽഖറിന്റെ ഭാവിയെ കുറിച്ചാണ് ആ കഥാപാത്രം പറയുന്നത്. ദുൽഖറിന്റെ വളർച്ചയും പിന്നീട് നാം കണ്ടതാണ്. ഈ ഗണത്തിലെ ഏറ്റവും രസകരമായ ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ് 2007 ഫറാഖ് ഖാൻ സംവിധാനം ചെയ്ത ഷാറുഖ് ഖാൻ ചിത്രമായ ഓം ശാന്തി ഓമിലുള്ളത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ 1970-80 കാലഘട്ടങ്ങളിൽ നടന്നതാണ്. ഒരു രംഗത്ത് ഓം കപൂർ ദീപികയോട് ഇങ്ങനെ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. അതൊരു സൽമാൻ ഖാൻ ചിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഡയലോഗാണ്. എന്നാൽ കഥ നടക്കുന്ന ആ കാലഘട്ടത്തിൽ സൽമാൻ ഖാൻ ചിത്രം റിലീസായിട്ടുമില്ല. 1989 സൽമാൻ ഖാൻ ചിത്രമായ മേനെ പ്യാർ കിയയിലെ ഡയലോഗായിരുന്നു അത്. മേനെ പ്യാർ കിയ എഴുതിയതും സംവിധാനം ചെയ്തതും സൂരജ് ബർജാത്തിയാണ്. ഓം പറഞ്ഞ ഡയലോഗ് കേട്ടുകൊണ്ടാണ് സൂരജ് ആ ഡയലോഗ് എഴുതിയതെന്നാണ് സിനിമയിൽ കാണിക്കുന്നത്. മേനെ പ്യാർ കിയ സിനിമയിൽ സൽമാൻ ഖാൻ നൽകുന്ന തൊപ്പിയും സൂരജിന്റെ തലയിൽ നമുക്ക് കാണാം. വിജയ് ചിത്രമായ മെർസലിൽ സെക്കൻഡ് ഹാഫിൽ കഥ പറയുന്നത് 1979 കാലഘട്ടത്തിലേതാണ്. സിനിമയിൽ SJ സൂര്യയുടെ കഥാപാത്രം വരാനിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ സിസേറിയൻ നീ ഷോക്ക് ആകില്ല. മാർക്ക് മൈ വേർഡ്, ഇന്ന് 30 വർഷം കഴിച്ചു കൊടുത്ത നോർമൽ ഡെലിവറിന് എല്ലാവരും ഷോക്ക് ആവാங்க. ഭാവി പ്രവചനം പോലെ ഇന്നത്തെ കാലത്തെക്കുറിച്ച് സൂചിപ്പിച്ച ഒരു രംഗമാണത്. ഇതുപോലെയുള്ള രംഗങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കഥകൾ പറയുന്ന സിനിമകളിലെല്ലാം തന്നെ നമുക്കൊരു കാര്യം കാണാം. കഥാപാത്രങ്ങൾ ഭാവി പ്രവചിക്കും പോലെ ഒരിക്കൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമെന്ന് പറയുന്നതായി കാണാം. 2022 ഫോറസ്റ്റ് ഗംപിന്റെ ഇന്ത്യൻ വേർഷൻ ലാൽ സിംഗ് ചഡ്ഡ റിലീസാകുന്നത്. ആ അമീർ ഖാൻ ചിത്രത്തിൽ ഷാറുഖ് ഖാന്റെ ഒരു രംഗമുണ്ട്. തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ലാൽ സിംഗ് ചഡ്ഡ പറയുമ്പോഴാണ് ഷാറുഖ് ഖാനെ കണ്ട കാര്യം പറയുന്നത്. അതിൽ രസകരമായ കാര്യം ഷാറുഖ് ഖാന്റെ ഐക്കോണിക് സ്റ്റെപ്പ് പഠിപ്പിച്ചത് താനാണെന്നാണ് അമീർ ഖാൻ പറയുന്നത്. സിനിമകളിൽ ചില ഐഡിയകൾ കാണിക്കുകയും പിന്നീട് അത് സംഭവിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ചില സിനിമാ രംഗങ്ങൾ പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില സിനിമാ രംഗങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഇതിൽ പറയാൻ പോകുന്നത്. സന്ദേശം പോലെ തന്നെ രാഷ്ട്രീയത്തെ എതിർക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സത്യനന്ദിക്കാടിന്റെ മറ്റൊരു ചിത്രമാണ് ഒരു ഇന്ത്യൻ പ്രണയകഥ. ആ സിനിമയിലെ ഏറ്റവും ഫേമസ് ആയ രംഗമാണ് ഐമനം സിദ്ധാർത്ഥൻ എന്ന ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച കഥാപാത്രം ഒരു റാലിക്കിടെ പോലീസ് വരുമ്പോൾ ഓടുന്നത്. ഇപ്പോഴും ഒരുപാട് മീമുകളിൽ ആ രംഗം ഉപയോഗിക്കാറുണ്ട്. 2013 ഈ സിനിമ റിലീസാകുന്നത്. എന്നാൽ 2016 ഈ രംഗത്തോട് സാമ്യമുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. UDFിലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിന്റെ സ്റ്റുഡന്റ് വിങ് ആയ മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷന്റെ ഒരു നേതാവാണ് ഇത്തരത്തിൽ ഓടിയത്. അവർ കോഴിക്കോട് നടത്തിയ ഒരു മാർച്ചിനിടയിലായിരുന്നു ഷർഫുദ്ദീൻ എന്നൊരു നേതാവ് പോലീസിനെ കണ്ടപ്പോൾ ഇത്തരത്തിൽ ഓടിയത്. ആ ഗാനരംഗത്തിൽ ഐമനൻ സിദ്ധാർത്ഥൻ ഓടുന്ന പോലെയാണ് ഈ നേതാവും ഓടിയത്. ഐമനൻ സിദ്ധാർത്ഥൻ ഓടിയതിനു ശേഷവും ചില രംഗങ്ങൾ ഉണ്ടായിരുന്നു. സിനിമയിൽ നിന്നും അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. പിന്നീട് യൂട്യൂബിൽ വന്ന ആ ഗാനരംഗം ഇത്തരത്തിലായിരുന്നു. വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമുടക്കണം. പോലീസിന്റെ അടിയൊന്നും കിട്ടിയില്ലെങ്കിലും ഹോസ്പിറ്റലിലെത്തി മുറിവെല്ലാം കെട്ടിവരുന്ന ഐമനം സിദ്ധാർത്ഥൻ. ചോരക്ക് പകരം മഷിക്കുപ്പി ഉപയോഗിക്കുന്ന പോലെ ഈ ഒരു ടെക്നിക്കും ഒരുപാട് രാഷ്ട്രീയക്കാർ പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ട്. ഐമനം സിദ്ധാർത്ഥനോട് സാമ്യം തോന്നിക്കുന്ന ഒരു രംഗമായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഈ ഒരു രംഗം. 2025 സജിൻ ഗോപു നായകനായി അഭിനയിച്ച ചിത്രമായിരുന്നു പൈങ്കിളി. ആ സിനിമ കണ്ട ശേഷം പുറത്തിറങ്ങിയ ചന്തു സലീം കുമാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ വരവ് പോക്കൊന്നുമല്ലോ. എന്റെ ആദ്യത്തെ വരവ് തന്നെ അച്ഛന്റെ മേലിലായിരുന്നു.
താരങ്ങളുണ്ടാകുന്നത് ഇതുപോലുള്ള അഭിനേതാക്കൾ അങ്ങനെ പെർഫോം ചെയ്ത് വരുമ്പോഴാണ്. ബുദ്ധിയുള്ള ഫിലിം മേക്കേഴ്സാണ് താരങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാനല്ല താരം, സജിഗോപാ താരം. തന്റെ ആദ്യത്തെ വരവ് തന്നെ അച്ഛന്റെ മേൽവിലാസത്തിലായിരുന്നു എന്ന് ചന്തു പറയുന്നുണ്ട്. അത് 2009 റാഫി മെക്കാട്ടൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ലവിംഗ് സിംഗപ്പൂരിൽ ചന്തു സലിംകുമാർ അഭിനയിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ആ സിനിമയിൽ സലിംകുമാറിന്റെ കഥാപാത്രമായ ഷുക്കൂറിന്റെ ചെറുപ്പകാലം അഭിനയിച്ചത് ചന്തു സലിംകുമാർ ആയിരുന്നു. ഇത് ഞങ്ങളുടെ ഏരിയ, ഇവിടെ വന്ന് പെറുക്കിയ അടിച്ച് പട്ടം തിരിക്കും. ഞങ്ങളൊക്കെ രാവിലെ ബിരിയാണി അടിച്ചാണ് പെറുക്കണേ. ഇങ്ങോട്ട് താടാ മച്ചു. ചന്തു സലിംകുമാർ തിയേറ്ററിന് മുമ്പിൽ നിന്ന് പറഞ്ഞ വാചകങ്ങളെല്ലാം തന്നെ ഒരു സിനിമയിൽ നിന്നുള്ളതാണ്. എന്റെ വരവ് പോക്കൊന്നുമല്ലല്ലോ. ഇത് സരോജ് കുമാറിന്റെ രണ്ടാം വരവായി കണക്കാക്കാമോ? എന്റെ വരവും പോക്കൊന്നുമല്ല വിഷയം. ഉദയനാണ് താരം സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച സരോജ് കുമാർ ക്ലൈമാക്സ് ഭാഗത്ത് പറയുന്ന ഡയലോഗാണത്. ആദ്യത്തെ വരവ് തന്നെ അച്ഛന്റെ മേൽവിലാസത്തിലായിരുന്നു. എന്റെ ആദ്യ വരവ് തന്നെ ഉദയഭാനുവിന്റെ തിരക്കഥ മോഷ്ടിച്ചോണ്ടായിരുന്നു. സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ചന്തു സലിംകുമാർ ആ ഡയലോഗ് അവിടെ പറഞ്ഞത്. താരങ്ങളുണ്ടാകുന്നത് ബുദ്ധിയുള്ള ഫിലിം മേക്കേഴ്സാണ് താരങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാനല്ല താരം, സജിഗോപാ താരം. താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സാണ്. അവരാണ് യഥാർത്ഥ താരങ്ങൾ. ഉദയനാണ് താരം, ഞാനല്ല. 1999 അർജുൻ, മനീഷ കൊയ്രാള എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശങ്കർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് മുതൽവൻ. ശങ്കർ തന്നെ സംവിധാനം ചെയ്തുകൊണ്ട് ആ ചിത്രത്തിന് 2001 ഒരു ഹിന്ദി വേർഷനും ഉണ്ടായിരുന്നു. നായകൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. പ്രശസ്തനായ സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് ആയിരുന്നു ഹിന്ദി സിനിമയുടെ ഡയലോഗുകൾ എഴുതിയത്. ആ ഹിന്ദി സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചില മലയാളം ഡയലോഗുകളും പറയുന്നുണ്ട്. 99 ഇറങ്ങിയ ആ സിനിമയിലെ ഒരു രംഗം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പാവങ്ങളുടെ വീടുകൾ സന്ദർശിക്കുകയും അവിടെ വെച്ച് ചായ കുടിക്കുകയും ചെയ്യുന്ന ഒരു PR വർക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു വീട്ടിൽ വെച്ചുകൊണ്ടായിരുന്നു അതുപോലെ ഒരു രംഗമുണ്ടായത്. और गैस कब से मिला है? ये कल मिला है. कल मिल गया. लाइटें कब लगवाई गई यहाँ? आप आने वाले थे ना, इसलिए परसों ही लगाया है. സിനിമയിലേതുപോലെ തന്നെ മോഡി വരുന്നതിന്റെ ഒരു ദിവസം മുമ്പാണ് അവർക്ക് ഗ്യാസ് കിട്ടിയതെന്നാണ് പറയുന്നത്. 2011 ഇന്ദ്രജിത്ത്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ത്രീ കിങ്സ്. ഹലോ, ഞാൻ പറഞ്ഞു കേൾക്കാം. എനിക്ക് കേൾക്കാൻ മുതലാളി. 2007 പുറത്തിറങ്ങിയ ധമാൽ എന്ന ഹിന്ദി സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ആ സിനിമ ഉണ്ടാക്കിയത്. ആ സിനിമയാണെങ്കിലോ 1963 ഹോളിവുഡ് സിനിമയായ ഇറ്റ്സ് മാഡ് 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 വേൾഡ് എന്ന സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ഉണ്ടാക്കിയത്. എന്നാൽ ത്രീ കിങ്സിൽ ഇല്ലാത്ത ഒരു രംഗം ധമാൽ സിനിമയിൽ ഉണ്ടായിരുന്നു. സർ, ഹം ഇസ് വക്ത് ഭാരത് കെ സബ്സെ സുരക്ഷിത് ജഗഹ പർ ഖഡേ ഹൈ. 2007 ഈ ഒരു രംഗം 2025 പിന്നീട് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ സ്ഫോടനം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ ഒരാൾ പറയുന്നുണ്ട്. മോദി की सरकार है, मोदी की सरकार में हर डिपार्टमेंट को ये दे दिया गया है, अलर्ट कर दिया गया है कि अब इस तरह का कोई घटना नहीं होगा. कोई भी अगर आता है बम फोड़ने के लिए तो वहीं बॉर्डर पर ही उसको खलास कर दिया जाता है. ധമാൽ സിനിമയിലെ ആ രംഗവുമായി ഏറെ സാമ്യമുള്ള ഒരു യഥാർത്ഥ സംഭവമായിരുന്നു അത്. ഇതുപോലെയുള്ള സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.